വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ബിഗോണിയുടെ വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഒരു 250, 200, 300 ആ റേഞ്ചിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇനി അതിനേക്കാൾ ടോപ്പ് റെയറായിട്ടുള്ള വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഒരു മീഡിയം റേഞ്ചിൽ 250, 200 to 300 ആ റേഞ്ചിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബിഗോണിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മഴക്കാലത്ത് ഇല വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് മഴയാണെങ്കിലും അല്ലെങ്കിലും എത്ര കടും വെയിലാണെങ്കിലും നമ്മൾ തണലത്ത് നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സംരക്ഷണം ഇത്തിരി ഇതാണ് കേട്ടോ, ടാസ്ക്കാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ നട്ട വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത്. വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഉറപ്പായിട്ടും വാടിപ്പോകും. ഇവർക്ക് ആവശ്യത്തിന് വെള്ളം വേണം, തണലും വേണം. എന്നാൽ ഇത്ര ഭംഗിയുള്ള പ്ലാന്റ്സുകൾ വേറെ ഒന്നും ഇല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രമാത്രം ഇലയിൽ വൈവിധ്യങ്ങളായ കളറുകളോടുകൂടി ഭയങ്കര ഭംഗിയിലാണ് ഈ ചെടികൾ നമ്മുടെ വീടിനെ മുറ്റത്തെ അലങ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫയർ വർക്സിൻ്റെ പ്ലാന്റാണ്. 250 റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്. നമ്മൾ കേരളത്തിൽ മാത്രമാണ് കൂടുതൽ അയക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇനി പുറത്തേക്ക് കസ്റ്റമറുടെ റിസ്ക്കിലാണ് കേട്ടോ നമ്മൾ ബിഗോണി അയക്കുന്നത്. കാരണം ബിഗോണിയ പ്ലാന്റ്സ് എത്ര നമ്മൾ ഭംഗിയായിട്ട് അയച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഇലയ്ക്കൊരു ക്ഷീണം വരും. അത് നിങ്ങളും അറിയാം, നന്നായിട്ട് ബിഗോണിയ വളർത്തുന്നവർക്കറിയാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങിയിട്ടാണ് നമ്മൾ മദർ പ്ലാന്റുകളൊക്കെ ആക്കുന്നത്. നമ്മുടെ കൈ കിട്ടുമ്പോൾ 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ പ്ലാന്റ് നമുക്ക് വന്നാൽ ഇലയൊക്കെ വാടി തളർന്ന് ക്ഷീണിച്ചെങ്കിലും നമ്മൾ നട്ടൊരു 2 ആഴ്ചക്കുള്ള അവരൊക്കെ നല്ല ഉഷാറായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് ഈ ഒരവസ്ഥയിൽ തന്നെ കിട്ടും. ഇൻ കേസ് കൈ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണം വരികയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരുപാട് വലിയ ഹെവി പോട്ടി മിക്സ് ഒന്നും ആവശ്യമില്ല. മണലും ഇത്തിരി മണ്ണും വെർമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ. അല്ലാതെ ഒരുപാട് പോട്ടി മിക്സികളുടെ ഓവർ കെയറിങ് ഒന്നും ഇവർക്ക് ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് മാത്രം നിങ്ങൾ ഇത്തിരി ഈ ജൈവ സ്ലറി എന്തെങ്കിലുമൊക്കെ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കെമിക്കലായിട്ടുള്ള മരുന്നുകൾ, ഫെർട്ടിലൈസറുകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീത്തയായി. നമ്മൾ വല്ല ഈ കടല പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ ചാണകത്തിൻ്റെയൊക്കെ കൂടി പുളിപ്പിച്ചിട്ട് വല്ലപ്പോഴും ഒരു മാസത്തിൽ 1-2 തവണ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് പ്ലാന്റുകൾ വളരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ള സെയിലിനായിട്ട് അത് നമ്മൾ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒരു പുത്തൻ വെറൈറ്റീസാണ്. 250 റുപ്പീസാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ആർക്കെങ്കിലും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വീട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ഫയർ വർക്കിൻ്റെയൊക്കെ പ്ലാന്റ്സുകൾ സൂപ്പർ പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത്. അതുപോലെ ഈ ഒരു വെറൈറ്റി 200 രൂപയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനിൽ ബ്ലാക്ക് ആയിട്ട് വരുന്നത്. നമുക്കറിയാം മറ്റെല്ലാ പ്ലാന്റ്സിനേക്കാൾ കൂടുതലും ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ചട്ടികളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനായിട്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കെയറും കൂടി ചെയ്യണം. അപ്പോൾ ബിഗോണിയ ചില ആളുകളൊക്കെ ഒട്ടും കെയർ ചെയ്തില്ലെങ്കിലും മുറ്റത്ത് വലിച്ചെറിഞ്ഞാൽ പോലും ഉണ്ടാകും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കൂടി പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്നത്തെ വെറൈറ്റിയിലെ മറ്റൊരു പ്ലാന്റാണ് ഈ ഒരു കേളി ടൈപ്പ്. 350 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ റെയറായിട്ടുള്ള ഒരു കേളി വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു മറ്റൊരു ഗ്രീൻ വെറൈറ്റി. ബിഗോണിയയിൽ ഗ്രീനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്ര ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് ഉള്ളത് കേട്ടോ. അതിന് 250 രൂപയാണ് ആ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. മഴയത്ത് ഡയറക്റ്റ് വെള്ളം വീണിടത്ത് കൊണ്ടിടരുത്. കാരണം ഇത് കണ്ട ഇന്നലെ മഴയത്ത് വീണത് ഇല കീറി പോയിട്ടുണ്ടാവും. കാരണം വളരെ സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നെറ്റിനടിയിൽ നമ്മൾ കുത്തി വെള്ളം വീഴാതെ നെറ്റിനടിയിലൊക്കെ വെച്ച് കൊടുത്താലും നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി മറ്റൊരു പ്ലാന്റാണ് സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ്.
200 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നക്ഷത്രം പോലെ ഇരിക്കുന്ന ലീഫോട് കൂടിയ പ്ലാന്റാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ വേറെ കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. 250 റുപ്പീസാണ്. എത്ര ഭംഗിയാന്ന് നോക്കി ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിനകത്ത് മെച്ചുഡായിട്ടുള്ള ഒരു ലീഫ് ഒടിച്ച് സാധാരണ മണലോ എന്തെങ്കിലും ഒരു പൊട്ടി മിക്സിൽ കുത്തി നിങ്ങൾ ഈ ഇലയുടെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഇവിടെ വെച്ച് തണ്ടോടുകൂടി കട്ട് ചെയ്തിട്ട് കയറ്റി നിങ്ങൾ നട്ട് തണലത്ത് വെച്ചാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഇല പുതിയ ചെടിയായിട്ട് മാറും കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. ഇതിന് മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. എല്ലാം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. 200 രൂപയ്ക്ക് മറ്റൊരു അടിപൊളി വെറൈറ്റി. ഒരുപാടുണ്ട് കേട്ടോ. നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റീസ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിഗോണിയുടെ കളക്ഷൻസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നത്തേൽ നമ്മൾ 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. 200 രൂപ. ഇത് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്ന വെറൈറ്റീസാണ്. ഇനി നമ്മുടെ കേളി ടൈപ്പ് വേറെ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 350 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഗ്രീൻ നല്ല പക്ക കേളി, നല്ല ഹെവി ബുഷി പ്ലാന്റാണ് കേട്ടോ കേളി പ്ലാന്റ്. അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ ഭയങ്കര റെയറായിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സൈസാണ് കേട്ടോ. വളർന്നിട്ട് സാധനം നിവർന്ന് നിൽക്കുന്നില്ല, അത്രയും വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ 350 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസിൽ ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് കൂടിയ പ്ലാന്റ് വേണമെങ്കിൽ റെയർ വെറൈറ്റിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.